ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. സോ ഇന്നത്തെ എൻക്ലെക്സ് സാറിൻ്റെ വീഡിയോയിൽ ഡെലിഗേഷൻ ക്വസ്റ്റ്യൻസ് വരുമ്പം എങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതെന്നാണ് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ആദ്യം തന്നെ ഡെലിഗേഷൻ ടാസ്ക് എന്താണ്, എങ്ങനെയാണ് ഇത് ചോദിക്കുന്നത്, ആൻഡ് അതിനുശേഷം നമുക്ക് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഓക്കെ, സോ ഡെലിഗേഷൻ ക്വസ്റ്റ്യൻസ് ഇതാ ഇങ്ങനെയായിരിക്കും കൊടുക്കുക. ദ രജിസ്റ്റേർഡ് നേഴ്സ് സൂപ്പർവൈസിങ് അൺലൈസൻസ്ഡ് അസിസ്റ്റീവ് പേഴ്സണൽ UAPനെ നമ്മൾ സൂപ്പർവൈസ് ചെയ്യാണ്. വിച്ച് ടാസ്ക് വുഡ് ബി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഫോർ ദ നേഴ്സ് ടു അസൈൻ ടു UAP? ഏത് ടാസ്ക് ആണ് നമുക്ക് UAPക്ക് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ടാസ്ക്? ഓക്കെ, താഴെ പറയുന്നതിൽ ഏത് ടാസ്ക് ആണ്? അപ്പോൾ കുറച്ച് ടാസ്ക് കൊടുക്കും, അതിനകത്തൊന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്തെടുക്കണം. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, ഇനി ഡെലിഗേഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, ഒന്നാമത് നമ്മൾ ടേപ്പ് ടാസ്ക് ഒരിക്കലും ഡെലിഗേറ്റ് ചെയ്യാൻ പാടില്ല. ടേപ്പ് ടാസ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ടീച്ചിങ്, അസസ്മെന്റ്, പ്ലാനിങ്, ഇവാലുവേഷൻ, TAPE. ഓക്കെ, അത് ഓർത്ത് വെക്കുക. ടീച്ചിങ്, അസസ്മെന്റ്, പ്ലാനിങ്, ഇവാലുവേഷൻ, ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അൺസ്റ്റേബിൾ ക്ലയൻസിനെ നമ്മൾ ഡെലിഗേറ്റ് ചെയ്യാൻ പാടില്ല. സ്റ്റേബിൾ ആയിട്ടുള്ള ക്ലയൻസിനെ മാത്രമേ നമ്മൾ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുകയുള്ളൂ. ഓക്കെ, മനസ്സിലായല്ലോ അത്? ഇനി വീണ്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, നമ്മൾ ആർക്കാണോ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നത് ആ ആൾ കോമ്പിറ്റൻ്റ് ആണോ, ആ ടാസ്ക് ചെയ്യാൻ കോമ്പിറ്റൻ്റ് ആണോ, പിന്നെ ആ ടാസ്ക് റുട്ടീൻ ടാസ്ക് ആണോ, ആർക്കാണോ നമ്മൾ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നത് ആളുടെ സ്കോപ്പ് ഓഫ് പ്രാക്ടീസിൽ ആ ആൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണോ. ഓക്കെ, പിന്നെ ക്ലയൻറ്റ് സ്റ്റേബിൾ ആണോ നോക്കണം. ആൻഡ് ഓൾസോ ഈ നമ്മൾ ആർക്കാണോ ഡെലിഗേറ്റ് ചെയ്യുന്നത് ആ ആൾക്ക് ഇതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് അറിയാമോ, കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ്, പിന്നെ ഈ ടാസ്ക് നമ്മൾ ആർക്കാണോ കൊടുക്കുന്നത് ആ ആൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സൂപ്പർവൈസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടോ, ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മളൊരു കാര്യം ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ കണ്ട അൺലൈസൻസ്ഡ് അസിസ്റ്റീവ് പേഴ്സണലിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ അൺലൈസൻസ്ഡ് അസിസ്റ്റീവ് പേഴ്സണലിന് സ്റ്റേബിൾ കാര്യങ്ങൾ മാത്രമേ ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ടേപ്പ് ടാസ്ക് ഇവർ കംപ്ലീറ്റ് ചെയ്യില്ല. നെവർ കംപ്ലീറ്റ് ടേപ്പ് ടാസ്ക്, അത് ഓർത്തിരിക്കുക. ഓക്കെ, പിന്നെ ഈ വൈറ്റൽ സൈൻസ് ചെക്ക് ചെയ്യുക, IO ഇൻടേക്ക് ആൻഡ് ഔട്ട്പുട്ട്, അതുപോലെ തന്നെ പേഷ്യൻറ്റിനെ ടേൺ ചെയ്യുക, ആംബുലേറ്റ് ചെയ്യുക, ഹൈജീൻ പരമായ കാര്യങ്ങൾ, ഇതൊക്കെയാണ് ആർക്ക് ചെയ്യാൻ പറ്റുന്നത്, ഒരു UAPക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, മെഡിക്കേഷൻസ് കൊടുക്കാനോ യൂറിനറി കത്തീറ്റേഴ്സ് ഇൻസേർട്ട് ചെയ്യാനോ ഒന്നും ഇവർക്ക് പറ്റില്ല, അത് ഓർത്ത് വെക്കുക. ഓക്കെ, പിന്നെ UAP ആണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അതല്ലാതെ ഒരു LVN അല്ലെങ്കിൽ LPN ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് സ്റ്റേബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവർക്കും ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഒരു രജിസ്റ്റേർഡ് നേഴ്സ് ആ ടേപ്പ് ടാസ്കുകൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്നുകൂടെ മോണിറ്റർ ചെയ്യാനൊക്കെ ഇവർക്ക് സാധിക്കും. ഓക്കെ, സോ LPN ക്യാൻ ഓൺലി റിപ്പീറ്റ് ടേപ്പ് ടാസ്ക് ആഫ്റ്റർ ദ RN കംപ്ലീറ്റ്സ് ദം ദ ഫസ്റ്റ് ടൈം RN കംപ്ലീറ്റ് ചെയ്യണം, എന്നിട്ട് അത് മോണിറ്റർ ചെയ്യാനോ റിപ്പീറ്റ് ചെയ്യാനോ ഇവർക്ക് സാധിക്കുന്നതാണ്. ഓക്കെ, പിന്നെ വൂണ്ട് കെയർ, സ്പെസിമെൻ കളക്ഷൻ ഒക്കെ ഇവർക്ക് പറ്റും. ആൻഡ് അതുപോലെ തന്നെ ഓറൽ മെഡിക്കേഷൻസ് ഒക്കെ കൊടുക്കാനും ഇവർ അലൗഡ് ആണ്. ഓക്കെ, അപ്പോൾ UAPയും LPNും തമ്മിലുള്ള വ്യത്യാസം അറിഞ്ഞിരിക്കുക. UAP ആണ് കോമൺ ആയിട്ട് നമ്മളോട് എൻക്ലെക്സിൽ ചോദിക്കുന്നത്, അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി RN ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എല്ലാ സ്റ്റേബിൾ ആയിട്ടുള്ളതും അൺസ്റ്റേബിൾ ആയിട്ടുള്ള കാര്യങ്ങളും, എല്ലാ നഴ്സിംഗ് പ്രോസസ്സിങ്ങിൻ്റെ സ്റ്റെപ്സും, ടേപ്പ് ടാസ്കും, നോൺ ഇൻവേസീവും ഇൻവേസീവ് ടാസ്കും, കത്തീറ്റർ ഇൻസേർഷന്, മെഡിക്കേഷൻസ് എല്ലാം, ഇതെല്ലാം ചെയ്യുന്നത് ആരാണ്? RN ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം മനസ്സിലായില്ലേ? ഓക്കെ, UAP എന്തൊക്കെയാണ് ചെയ്യുന്നത്? സ്റ്റേബിൾ ആയിട്ടുള്ളത് മാത്രം, ടേപ്പ് ടാസ്ക് ചെയ്യില്ല. റുട്ടീൻ പൊസിഷനിങ്ങും അതുപോലെ തന്നെ വൈറ്റൽ സൈൻസും IOയും ഒക്കെ ചെക്ക് ചെയ്യുള്ളൂ. ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് തിരിച്ചു പോവാം. ഓക്കെ, ക്വസ്റ്റ്യനിൽ ഒന്നാമത്തെ ഓപ്ഷൻ, പെർഫോം ഇൻകോണ്ടിനൻസ് കെയർ ഫോർ എ ന്യൂലി അഡ്മിറ്റഡ് ക്ലയൻറ്റ് ഹു ഹാഡ് എ സെർവൈക്കൽ സ്പൈൻ ഇഞ്ചുറി. പേഷ്യൻ്റ് സ്റ്റേബിൾ ആണോ? അല്ല, ന്യൂലി അഡ്മിറ്റഡ് അല്ലേ, അപ്പോൾ പേഷ്യൻ്റ് സ്റ്റേബിൾ അല്ല, അൺസ്റ്റേബിൾ പേഷ്യൻ്റ് ആണ്. അപ്പം നമ്മൾ ഈ ക്ലയൻറ്റിനെ ഡെലിഗേറ്റ് ചെയ്യില്ല. ഓക്കെ, അടുത്തത്, അസിസ്റ്റ് എ ക്ലയൻറ്റ് ഹു ഹാഡ് ആൻ എബവ് ദ നീ ആംബ്യൂട്ടേഷൻ 2 days ago. 2 ദിവസങ്ങൾക്ക് മുമ്പ് ഈ ആംബ്യൂട്ടേഷൻ കഴിഞ്ഞ പേഷ്യൻറ്റിനെ പ്രോൺ പൊസിഷനിലോട്ട് മാറ്റാനായിട്ട് അസിസ്റ്റൻസ് കൊടുക്കുക. അപ്പോൾ പൊസിഷനിങ് ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അല്ലേ. പിന്നെ റീപൊസിഷൻ എ ക്ലയൻറ്റ്, അപ്പോൾ പൊസിഷനിങ് ചെയ്യാൻ പറ്റും, ബട്ട് ഈ പേഷ്യൻ്റ് എന്തുണ്ട്? ഇൻക്രീസ്ഡ് ഇൻട്രാക്രേനിയൽ പ്രഷർ ഉണ്ട്. ഹു ഹാസ് എ ഡിക്രീസ്ഡ് ലെവൽ ഓഫ് കോൺഷ്യസ്നസ് കുറവാണ്, സ്റ്റേബിൾ അല്ലല്ലോ ക്ലയൻറ്റ്, അപ്പോൾ നമുക്കത് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, റീപൊസിഷനിങ് ചെയ്യാൻ പറ്റും, പക്ഷേ പേഷ്യൻ്റെ കണ്ടീഷൻ എന്താണ്? സ്റ്റേബിൾ അല്ല, അതുകൊണ്ട് അതും നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. ഓക്കെ, അടുത്തത്, ഡെമോൺസ്ട്രേറ്റ് യൂസ് ഓഫ് കണ്ടിന്യൂസ് പാസീവ് മോഷൻ ഫോർ എ ക്ലയൻറ്റ് ഹു അണ്ടർവെന്റ് നീ റീപ്ലേസ്മെന്റ്. ഡെമോൺസ്ട്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചിങ്ങിൽ വരുന്നതാണ്. ഡെമോൺസ്ട്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ടീച്ച് ചെയ്യാന്നല്ലേ. ഓക്കെ, ടീച്ചിങ്ങിൽ വരുന്നൊരു കാര്യമാണ്. അപ്പം നമുക്കത് ചെയ്യാൻ പറ്റില്ല. ആർക്ക്? ഈ UAPക്ക് അത് ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ പഠിച്ചല്ലോ. ഇപ്പോൾ ടേപ്പ് ടാസ്കുകൾ ഡെലിഗേറ്റ് ചെയ്യാൻ പാടില്ല. അതിൽ വരുന്നതാണ് ടീച്ചിങ്, അസസ്മെൻറ്റ്, പ്ലാനിങ് ആൻഡ്
ഇവാലുവേഷൻ. ഓക്കെ, സോ ടീച്ചിങ് ആണ്. ഡെമോൺസ്ട്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ടീച്ചിങ് റിലേറ്റഡ് ആണ്. അതുകൊണ്ട് നമ്മൾ ഈ UAPക്ക് അത് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കില്ല. സോ നമുക്ക് എന്ത് ഓപ്ഷൻ ചൂസ് ചെയ്യാം? രണ്ടാമത്തെ ഓപ്ഷൻ പ്രോൺ പൊസിഷനിലോട്ട് മാറ്റാനായിട്ട് അസിസ്റ്റൻസ് കൊടുക്കാം അല്ലേ? സോ ക്ലിയർ ആയല്ലോ. ഡെലിഗേഷൻ ടാസ്ക് വന്നാൽ എങ്ങനെ ചെയ്യണം എന്ന് വളരെ ഈസിയാണ്. ഇനി ഡെലിഗേഷൻ ടാസ്ക് കൂടുതൽ ക്ലിയർ ആണെങ്കിൽ അടുത്ത വീഡിയോയ്ക്കായിട്ട് വെയിറ്റ് ചെയ്യുക. കൂടുതൽ എക്സാമ്പിൾസ് നമുക്ക് ചെയ്യാം. സോ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ യൂസ്ഫുൾ ആണെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.